സൃഷ്ടിച്ചത് തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രൂപമില്ലാതെയുള്ള ഭൂമിക്ക് രൂപം നൽകുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമുള്ള അനേകം വ്യക്തികളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മോശ, എലീശ പ്രവാചകങ്ങളിൽ, ഏലിയ പ്രവാചകങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞത് പലയിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് ദൈവം ഔദ്യോഗികമായി അയച്ചതിന്റെ ഔദ്യോഗികമായി അയച്ചതാണ് പെന്തക്കോസ്ത് തിരുനാൾ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം അതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് തീയായി, കാറ്റായി, മഴയായി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇത് വേറെ ഇസ്രായേൽ ജനം, പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് അടിമത്തത്തിന്റെ നാട് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈജിപ്തിൽ നിന്ന് അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് കാനാൻ ദേശം ലക്ഷ്യമാക്കി പുറപ്പെട്ട അന്ന് മുതൽ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവിടുത്തെ ചൈതന്യം അവരോടുകൂടി ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിന് വിശന്നപ്പോൾ മന്നായും കാളപ്പക്ഷിയും, ദാഹിച്ചപ്പോൾ വെള്ളവും നൽകി കൊടുത്ത ദൈവം ഇപ്പോഴും നമ്മെയും പരിപാലിക്കുന്നു. മത്തായി 28:20 പത്രത്തിൽ പ്രകാരം പറയുന്നു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അത് ദൈവം നൽകുന്നൊരു പ്രോമിസാണ്, ഉറപ്പാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാര്യമായ നിലുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വയ്ക്കാനുള്ള കൃപാവരം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവാണ്. ഇപ്പോഴും ക്രൈസ്തവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഇടങ്ങളിൽ ആ പീഡനം ശക്തമായി ഏറ്റുവാങ്ങാനും സഹിക്കുവാനും അങ്ങനെ ഈശോയെ പ്രകാശിക്കുവാനുമുള്ള ശക്തിയും ധൈര്യവും അവരെല്ലാവർക്കും നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. നന്മ ഇച്ഛിക്കുവാനോ പ്രവർത്തിക്കുവാനോ സംസാരിക്കുവാനോ നമുക്ക് സ്വയം സ്വാധീനം. നന്മ ഇച്ഛിക്കുവാനോ പ്രവർത്തിക്കുവാനോ സംസാരിക്കുവാനോ നമുക്ക് സ്വയം സാധിക്കണമെങ്കിൽ അതിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കൃപാവരം ആവശ്യമാണ്. അതാണ് തന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയും ചെയ്തു പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതെ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ സന്നദ്ധയിൽ മാത്രമേ നമുക്ക് സമാധാനം കണ്ടെത്താനായിട്ട് കഴിയുകയുള്ളൂ. ഈ സമാധാനവും സന്തോഷവും ആശ്വാസവും എല്ലാം നമുക്ക് സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തുന്നു, കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യ സഹായകനേ, നിത്യ സഹായകനേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈശോയെ, ഈശോയെ, ഈശോയെ. ഹല 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 ഹല. ഹൃദയം
ഈ കുഞ്ഞുമോനാണ് വചനം പങ്കുവെക്കുക. ഈ മോന്റെ പേര് ജിസ്മോൻ സണ്ണി. വാഴക്കുളം ബത്ലഹം ഇടവക്കാരനാണ്. കുറേയേറെ പ്രത്യേകത. നിങ്ങളൊരു പക്ഷേ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ജിസ്മോന്. ഒരുപക്ഷെ ജിസ്മോന്റെ പ്രസംഗങ്ങളൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രത്യേകത കൂടിയുണ്ട്. രൂപതീ ലേഖനയിൽ ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് മാത്രമല്ല, സെമി ഫൈനലിലും കഴിഞ്ഞ് സംസ്ഥാന തലത്തിൽ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ജിസ്മോൻ. നല്ലൊരു കൈ കൊടുത്തേ. എന്നെ വിളിച്ചു വരുത്തിയതിനെ ഓർത്ത് സ്നേഹവുമായിട്ട് ചെയ്തു ലക്ഷ്മിയെ പറഞ്ഞു. അച്ഛൻ എന്റെ ആത്മീയ പിതാവാണ്. വളരെ ചെറുപ്പം മുതലേ എനിക്ക് അച്ഛനുമായി ആത്മീയ ബന്ധമുണ്ട്. അമ്മയുടെ ഉപരത്തിൽ വെച്ച് തന്നെ വധിക്കപ്പെടേണ്ടവനായിരുന്നു ഞാൻ. കാരണം ബോബിൻ സിൻഡ്രോം എന്ന ഒരു മാറാരോഗം എനിക്കുണ്ട്. ഈ രോഗത്തിന്റെ തീവ്രത അറിഞ്ഞതുകൊണ്ടും എന്റെ മാതാപിതാക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിഞ്ഞതുകൊണ്ടും ആയിരിക്കണം ഡോക്ടർമാർ എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ദൈവത്തിന് എന്നെ പ്രത്യേകം ആവശ്യമുണ്ടായിരുന്നു. മാതാവിന്റെ ഉദരത്തിൽ നമുക്ക് രൂപം നൽകുന്നതിന് മുൻപേ തന്നെ നമ്മെ അറിയുന്ന നല്ലവനായ ദൈവം എന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നശിപ്പിക്കാതെ ഇത്രയും നാൾ ജീവിക്കാൻ അനുവദിച്ചു. വൈദ്യശാസ്ത്രം കൈവിട്ട എന്നെ എന്റെ മാതാപിതാക്കൾ ആരോഗ്യം വിശുദ്ധ കുർബാനയിലേക്കും ദിവ്യകാരുണ്യ ആരാധനയിലേക്കും തിരുവചന പ്രഘോഷണ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുമായിരുന്നു. അന്നേ ദിവസം ക്ലാസിൽ സംസാരിച്ച പ്രത്യേക വചനങ്ങൾ വീട്ടിൽ വന്ന് അവർ പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആ തിരുവചനങ്ങൾ കേട്ട് പഠിച്ച് ലോകത്തിൽ എത്താൻ തുടങ്ങി. 3 വയസ്സ് മുതൽ ഞാൻ വചനങ്ങളെ കാണാതെ പഠിച്ച് തന്നെ സ്വയം എഴുതാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. എന്നെ പ്രവേശിപ്പിക്കുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ ഈ ആവശ്യം വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്കൂളുകളിൽ എന്നെ പ്രവേശിപ്പിക്കുകയും LKG മുതൽ ഈ 5ാം ക്ലാസ്സിന്റെ റിട്ടേൺ പരീക്ഷ വരെ 1ാം സ്ഥാനം നൽകി. ഏഷ്യ 54:11 നിന്റെ ദൈവമായ കർത്താവിന്റെ പുത്രനെ പഠിപ്പിക്കാൻ സ്വയം സാധിക്കുകയും ചെയ്യും എന്ന ഏഷ്യയായ പ്രവചനം എന്നിൽ ദൈവം പൂർത്തിയാക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നെ ഒരു പ്രത്യേക കൂട്ടുകാരനായിരുന്നു. പരിശുദ്ധ കുടുംബത്തിലെ 3ാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. പിതാവിന്റെ സ്നേഹം നമുക്ക് പുത്രനായ ഈശോയുടെ പുരുഷ മരണത്തിലൂടെ ലഭിച്ചു. പുത്രനായ ഈശോയുടെ സ്നേഹം വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ നാം വിളിച്ചപേക്ഷിച്ച് നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനാൽ ഓരോരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നാം പരിശുദ്ധാത്മാവിനെ സഹായത്തിന് വിളിച്ച് പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥനയിലും മറ്റു പ്രാർത്ഥനകളിലുമൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന നാം ഉൾക്കൊള്ളണം. ചിലരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവ് നിന്റെ പുത്രനെ പഠിപ്പിക്കും, അവർ സ്വയം സാധിക്കുകയും ചെയ്യും. അവർ ഏഷ്യ 54:11 ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്നെ ഈശോയാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. യോഹന്നാൻ 14:26 എന്നാൽ എന്നാൽ എന്റെ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോഴെല്ലാം നിങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യും. നല്ലൊരു കൈയടി കൊടുക്കാം. പരിശുദ്ധാത്മാവാണ് ഈ വചനങ്ങളെല്ലാം കാണാതെ പറയാൻ, ഇതുപോലെ ശക്തിയോടെ പറയാൻ പഠിച്ചത്. ഈ ധൈര്യം എവിടുന്ന് കിട്ടി? എനിക്ക് പോലും ഇവിടെ വചനം പറയാൻ കയറി നിൽക്കുമ്പോ കൈ വരച്ചു.
അപ്പോ അങ്ങനെയെങ്കിൽ ജിസ്മോന് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? കൈ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുകയാണ്, ജിസ്മോന്റെ കൈ വിറയ്ക്കുന്നുണ്ടോ? ജിസ്മോൻ ഏതെങ്കിലും തരത്തിൽ വേർക്കുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. ഈ ധൈര്യം മോനെ എവിടെ നിന്ന് കിട്ടി? അപ്പോസ്തലപ്രവർത്തനം 1:8 പറഞ്ഞിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയാ മുഴുവനിലും സമരയായി നിങ്ങളുടെ അകത്തുകൾ വഴി നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവ് ഈശോയുടെ ശിഷ്യന്മാർക്ക് കൊടുത്ത ധൈര്യം, ശിഷ്യന്മാർക്ക് ധൈര്യം കൊടുക്കുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് തന്നെയാണ് എനിക്കും ധൈര്യം തരുന്നത്. ഓക്കെ, Okay.